ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി സമൂസ ആയിട്ടുള്ള ന്യൂഡിൽസ് സമൂസേൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസിലെ സവാള എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാനൊന്ന് ഓയിൽ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം സാൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി ആയി കിട്ടും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്, മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു വെറൈറ്റി സമൂസയാണ് കേട്ടോ. നമ്മുടെ സാധാ സമൂസയുടെ മസാലയല്ല, ഇതിലേക്ക് നൂഡിൽസും ചീസെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പൊട്ടാറ്റോ അരിഞ്ഞത് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഒക്കെ ഓപ്ഷണലാണ്. നമ്മുടെ മസാല കുറച്ചും കൂടി ടേസ്റ്റി ആവും പൊട്ടാറ്റോ എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ ആണ്. ഒരു ചെറിയൊരു ടൊമാറ്റോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ ഇതുപോലെ കഷ്ണിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്, വെറൈറ്റിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കുകയാണ്. ഏത് നൂഡിൽസും നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് നൂഡിൽസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് ആ ഒരു മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് നമുക്ക് നൂഡിൽസും റെഡിയാക്കി എടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ നൂഡിൽസ് ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇനി നൂഡിൽസ് ഇവിടെ റെഡി ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം, പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഒരു നുള്ള് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ചൂടായി വരുന്ന സമയത്ത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. മസാല നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. ചിക്കൻ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണ്. വെറുതെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് സാൾട്ട് കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് അതുപോലെ കുണുകുനാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അതും ബോൺലെസ് ആണ്, ബോണില്ലാത്ത ബോൺലെസ് പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ആൾമോസ്റ്റ് റെഡി ആവുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ആൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് എന്തായെന്ന് നോക്കാം. അത് നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെഡി ആയിട്ടുള്ള ഈ ഒരു മസാലയിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടുന്നുണ്ട്. ഇതിലൊരല്പം വെള്ളം കൂടിയുണ്ട്, അതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവും. ഈ ഒരു 2 മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലി ഇതിലേക്ക് കൊറിയാണ്ടർ ലീഫ്, നമ്മുടെ മല്ലിയിലയില്ലേ, അത് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം, അതൊന്ന് കൂൾ ഡൗൺ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി നമ്മുടെ സമൂസ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഷീറ്റ് കൊണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഒന്ന് കൂളായതിന് ശേഷം, ഒന്ന് ചൂടാറിയതിന് ശേഷം ആ ഒരു മസാല ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് ഒരു അല്പം മൊസാറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ നല്ല ചീസി ആയിരിക്കും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു നൂഡിൽസ് പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു അങ്ങനെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള മസാല കൂടെ ഫില്ലിങ്സ് എല്ലാം ചേർത്തിട്ട് നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഒരുപാട് നല്ല കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അതെല്ലാം മിസ്സാവാണ്ടിരിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും സമൂസ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈങ് പാൻ റെഡിയാക്കി വെക്കാം. അതിലേക്ക് ഓയിൽ ചേർത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ക്രിസ്പി ആയി വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡും മറിച്ചിട്ടിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് കോരിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈവനിങ്ങിലൊക്കെ സ്നാക്കായിട്ട് വെറൈറ്റി ആയിട്ട് സമൂസയുടെ സാധാ ഫില്ലിങ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ് ഈ ഒരു നൂഡിൽസ് ചീസി സമൂസ. അപ്പോൾ ഇത് നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിച്ച് നോക്കാം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി സമൂസയാണ്. കണ്ടോ, അതിനകത്ത് ആ ഒരു ഫില്ലിംഗ് കണ്ടോ, ആ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ഫില്ലിംഗ് കണ്ടോ, പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു മൊസാറല്ല ചീസും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഈ ഒരു സമൂസ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട